മലപ്പുറത്ത് നടന്ന കുംഭമേള അട്ടിമറിക്കാൻ ചില ശ്രമങ്ങൾ നടത്തി. അവിടെ സേവാഭാരതിയും RSS ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇവർ വിചാരിച്ചതൊന്നും നടന്നില്ല. ഇപ്പോ ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ വരുന്ന ആറ്റുകാൽ പൊങ്കാല അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഡോക്ടർമാരെ ഞങ്ങൾ വിടില്ല, ഡോക്ടർമാരുടെ ഒരു സേവനവും ഞങ്ങൾ ഉറപ്പാക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സംഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സംഘടനയെ വിശ്വസിക്കുന്ന കുറെ ആളുകൾ പറയുന്നു, നിങ്ങൾ വിടണ്ട, ലക്ഷക്കണക്കിന് സേവാഭാരതിയിലെ ആൾക്കാരുണ്ട് ഇവിടെ, RSSലെ ആൾക്കാരുണ്ട് ഇവിടെ, അവരെ ആളെ വിട്ട് കൃത്യമായി ചെയ്തോളും, ആറ്റുകാൽ പൊങ്കാല തകർക്കാനുള്ള ശ്രമങ്ങളുമായി ഇങ്ങോട്ട് ആരും വരണ്ട എന്നുള്ളത് സത്യത്തിൽ ഈ പലപ്പോഴും വിസ്മരിക്കുകയാണ് ഈ സേവാഭാരതിയുടെയും RSSന്റെയും പ്രവർത്തനങ്ങൾ പല കാര്യത്തിലും, അല്ലേ? നമ്മൾ പറയുന്നില്ലേ, ഇതിനെ നമുക്ക് ഇതിന്റെ വലിപ്പം അറിയാൻ പറ്റത്തില്ല, അനുഭവിച്ചറിയാനേ പറ്റത്തുള്ളൂ. കാരണം എന്താണ് സേവാഭാരതി, എന്താണ് RSS എന്നുള്ളതിനെ പറ്റി യാതൊരു ബോധ്യവുമില്ല. RSSും സേവാഭാരതിയും ഒക്കെ പിറകിലുണ്ടെങ്കിൽ പിന്നെ പരാജയം എന്ന് പറയുന്നത് നിഘണ്ടുവിൽ പോലും ഇല്ലെന്ന് പറയേണ്ടി വരും. അതായത് നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഈ പറയുന്ന കുംഭമേള, ഇനി കുംഭമേള എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയത്തില്ല. മലപ്പുറത്ത് നടന്നത്, അതായത് ഒരു നദിയെ ആരതി ഒഴിയുന്ന ഒരു സംസ്കാരം, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംസ്കാരം, ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംസ്കാരത്തെ വളച്ചൊടിച്ചത് വീണ്ടും പഴയ സംസ്കാരത്തിലേക്ക്, ആ നദിയുടെ പുണ്യം, ആ നദിയെ ആരതി ഒഴിയുന്നത്, ആ നദിയും ജനവുമായിട്ടുള്ള ബന്ധം, ആ ആഘോഷം വീണ്ടും പുനരാവിഷ്കരിക്കാൻ ഒരു കൂട്ടം നല്ല ആൾക്കാർ ശ്രമിച്ചപ്പോൾ അതിന്റെ പേര് RSS എന്നോ സംഘപരിവാർ എന്നോ ഈ പറയുന്ന സേവാഭാരതി എന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അത് തുടക്കത്തിൽ തന്നെ അതിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഒരു പഞ്ചായത്ത് വില്ലേജ് ഓഫീസറെയോ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയോ ഒക്കെ ഉപയോഗിച്ച് അവിടേക്ക് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ കടന്നു വരാൻ പറ്റുന്ന ഒരു പാത, ഒരു പാലം, അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ജനമിളകി, ജനം സംസാരിച്ചു. ആ രീതിയിൽ വന്നപ്പോൾ കുഴപ്പമാണെന്ന് കണ്ടുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ പഞ്ചായത്ത് സെക്രട്ടറിയോ വില്ലേജ് സെക്രട്ടറിയോ കൊടുത്ത്, അല്ലെങ്കിൽ വില്ലേജ് സെക്രട്ടറിയോ കൊടുത്തു കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടർക്ക് തിരിച്ചു കൊടുക്കണ്ടേ, അത് അവിടെ നിൽക്കട്ടെ. അപ്പം അതിനുശേഷം അവിടെ വന്ന ഒരു ജനബാഹുല്യം, അതിനെതിരെ നമ്മുടെ ഇപ്പം അന്ന് നമ്മൾ ചർച്ച ചെയ്തതുപോലെ മീഡിയ വണ്ണുകാരും ചില സുഡാപ്പികളും അല്ലെങ്കിൽ ഇവിടുത്തെ സതീശനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അല്ലെങ്കിൽ മറ്റു പലരും ഒക്കെ ഇതിനെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനെ ഇഴുത്താൻ ശ്രമിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഇവിടുത്തെ സുഡാപ്പി സംവിധാനങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന ആ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ ഉൾപ്പെടെ ശ്രമിച്ചിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർ, ജനലക്ഷങ്ങൾ മലപ്പുറത്തേക്ക് വന്നില്ലേ? ഈ ജനലക്ഷങ്ങൾ മലപ്പുറത്തേക്ക് വന്നപ്പോൾ, അത് വിജയിച്ചപ്പോൾ, പിന്നെ ചർച്ചയായപ്പോൾ, ഇനിയും ഇത് തുടർച്ചയായിട്ട് നടങ്ങുന്ന ഒരവസ്ഥയിൽ വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടതും, അവിടെ ആൾക്കാരുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും, അവിടെ ആഹാരം പാചകം ചെയ്യുന്നതിനും, ചിട്ടയായിട്ട് നടക്കുന്നതിനും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ കൃത്യമായിട്ട് ലക്ഷങ്ങൾ വന്നപ്പോൾ അവർ പോലും ആശ്ചര്യത്തോടെ, ആരാ എന്ന് അവർക്കറിയത്തില്ല, ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നത്. ഭക്ഷണം വേണോ കൊടുക്കുന്നു, പാത്രം വേണോ കഴുകുന്നു, കിടക്കാൻ സൗകര്യം വേണോ ഒരുക്കുന്നു, ദാഹത്തിന് ദാഹലം വേണോ, അല്ലെങ്കിൽ ദിനചര്യ കൃത്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, എല്ലാം ഒരു വീടിനപ്പുറം അല്ലെങ്കിൽ വീട്ടിൻ്റെ സൗകര്യത്തിനപ്പുറം വിചാരിച്ച അവിടെ വന്ന ആൾക്കാർക്ക് അവർ ഉദ്ദേശിക്കുന്നതിനപ്പുറം ആ കാര്യങ്ങൾ ഒരുക്കുന്നതിന് ആരൊക്കെ ഓടിക്കൂടുന്നു. നമ്മളെ അഹമ്മദ് മാഷ് അവിടെ ഒരു സെമിനാറിന് പങ്കെടുത്തതിന് ശേഷം ഞാൻ അവിടെ പറ്റി പറഞ്ഞ, ഒരാൾക്ക് അസുഖം വന്നപ്പോൾ വണ്ടി ബ്ലോക്കായപ്പോൾ 3 ചെറുപ്പക്കാർ വന്ന് അയാളെ 2 വീലറിൽ എടുത്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ടുപോകുന്നു. അതായത് ഏതവസരത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പോലും പട്ടാൾക്കാർ ചെയ്യുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംഘടനകൾ, സേവാഭാരതി ആയാലും കൊള്ളാം, RSS ആയാലും കൊള്ളാം, ഇതിന് പല പേരാ തന്നെ, ആയിരക്കണക്കിന് സംഘടനകളുണ്ട് ഇതിനകത്ത്, ഇനി പല പേരിൽ അറിയപ്പെടുന്നതിൻ്റെ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കൂട്ടം, ഇതിൻ്റെ എല്ലാം കൂടെ പേര് RSS. RSS എന്ന് പറഞ്ഞാൽ എന്തോ അറിയത്തില്ല, ഒരു കൂട്ടം, ആരെല്ലാം കണ്ടിട്ടുണ്ടോ അറിയത്തില്ല. കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ ഉണ്ട്, 62 രാജ്യങ്ങളിലുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടോ? അങ്ങനെ രജിസ്ട്രേഷൻ ഇല്ല. അതിന് മെമ്പർഷിപ്പ് ഉണ്ടോ? അതും ഇല്ല. ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? പറഞ്ഞോട്ടെ. മറുപടി പറയാൻ ആളുണ്ടോ? അതുമില്ല. ഇതൊരു വല്ലാത്തൊരു സാധനം. കടലിൻ്റെ ആഴം എത്ര എന്ന് പറയാൻ പറ്റുന്നത് ഇല്ലെന്ന് പറയുന്ന പോലെയും, ആകാശത്തിൻ്റെ ദൂരം എത്ര എന്ന് ഇപ്പം നോക്കുമ്പോൾ പറയാൻ പറ്റാത്തതുപോലെയും ഈ സംഘടനയെ പറ്റി ഈ പുറത്ത് നിന്ന് ഞങ്ങൾ കാണിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ആരോടാ കാണിക്കുന്നത്? എവിടാ ഇതിരിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തൂണിലും തുരുമ്പിലും RSSആ. നമ്മൾക്കറിയത്തില്ല ആരാ RSS. അപ്പം RSSനെ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ, ഇപ്പം ഞാനീ പറഞ്ഞത്
ഒരു മലപ്പുറത്ത് നടന്ന കുംഭമേള എന്നല്ല അതിന്റെ പേര്. കുംഭമേള ഇപ്പൊ എല്ലാം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ നമ്മൾ ഇന്നലെ കണ്ടത് KGMO പറയുന്നു, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞങ്ങൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾ സമരത്തിലാണ്, ഞങ്ങളുടെ സേവനം അവിടെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല, ബഹിഷ്കരിക്കും. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല ബഹിഷ്കരിക്കാൻ അല്ലെങ്കിൽ ഡോക്ടർമാരില്ലെങ്കിൽ വൈദ്യസേവനമില്ലെങ്കിൽ ആ പൊങ്കാലയ്ക്കകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ ആ പൊങ്കാല ഇല്ലായ്മ ചെയ്യുന്നതിനോ ആ പൊങ്കാലയ്ക്കകത്ത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിനെ പരിചരിക്കാൻ ആളില്ലാതെ വരുന്നൊരവസ്ഥ. അന്നേരം RSS ഇടപെട്ടത്, രാജേഷ് ഇടപെടുന്നു, RSS ഇടപെടുന്നു. RSSനകത്ത് ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, ചുമട്ടുതൊഴിലാളികളുണ്ട്, ഓട്ടോറിക്ഷക്കാരനുണ്ട്, തോട്ടിപ്പണിക്കാരനുണ്ട്, സർവ്വതുമുണ്ട്. എല്ലാവരും ഒരേ ലെവലേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് എത്ര ഉണ്ടെന്നോ എത്ര വരുമെന്നോ ആരൊക്കെയാണെന്നോ അവിടെ വന്നു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ഒരു പക്ഷേ KGMO വിചാരിച്ചിരിക്കുന്ന അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പറയുന്ന ഡോക്ടർമാർ പോലും RSS വേണം എന്ന് പറഞ്ഞാൽ, RSS ഡോക്ടർമാർ സേവനത്തിന് വരണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിരനിരയായിട്ട് അവിടെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ വരും. കാരണം അവർക്ക് പോലും അറിയത്തില്ല ഈ ഡോക്ടർമാർക്ക് ആരൊക്കെ എവിടൊക്കെ RSS ഈ ഇഴുകി ചേർന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്നത് ആരാ? സംഘപരിവാറാ, അല്ലെങ്കിൽ RSSകാരനാ, RSSൽ കൂടി BJPക്കകത്ത് വന്നവനാ. അയാൾ അവിടെ ഏറ്റെടുക്കുമ്പോൾ ഈ ഒരു വെല്ലുവിളി, എനിക്കൊരു വെല്ലുവിളിയുണ്ട്, രാജേഷ് പറയുകയാണ്, ആ വെല്ലുവിളി എനിക്ക് തരണം ചെയ്യണമെങ്കിൽ ആരോട് പറയണം? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരാ, പുള്ളി വിചാരിക്കാം അവിടെ നിൽക്കട്ടെ, ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയ്ക്കകത്ത് അഴിമതി രാജേന്ദ്രൻ നടത്തി, പൊങ്കാല നടത്താതെ കട്ട പറക്കൊണ്ട് പോയി, അല്ലെങ്കിൽ അവിടെ പൊങ്കാല നടത്താതെ അവിടെ ക്ലീൻ ചെയ്തു എന്നുള്ള രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഞങ്ങൾ നടത്തിയത് വെളിച്ചത്ത് കൊണ്ടുവന്നാണല്ലോ ഇവന്മാർ. എന്നാൽ ഇവന്മാരൊന്ന് പൊങ്കാല നടത്തിട്ട് ഇപ്പൊ അതിനുള്ള സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡോക്ടർമാരുടെ സമരമാണല്ലോ, അവർ പറഞ്ഞു പൊങ്കാലയ്ക്കകത്ത് ഡോക്ടർമാരെ പങ്കെടുപ്പിക്കത്തില്ല. എന്നാ നടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ വിറുങ്ങളിച്ച് നിൽക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു മേയറല്ല VV രാജേഷ്. VV രാജേഷിനറിയാം ഏത് പ്രതിസന്ധിയെ നേരിടാൻ അയാൾക്ക് പുറകിലൊരു സംവിധാനമുണ്ട്. അയാൾ BJPയാ, അയാളെ വളർത്തിക്കൊണ്ട് വന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സേവാഭാരതിയും RSSും ഒക്കെ ഏത് കാര്യം പറഞ്ഞാലും എവിടെയും നടത്താൻ പറ്റുന്ന സംവിധാനമാണ് RSS എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഡോക്ടർമാർ വേണം, എത്ര ഡോക്ടർമാർ വേണം? ഈ പറയുന്ന പോലെ ആവശ്യത്തിനപ്പുറം ഡോക്ടർമാർ, എന്ത് സേവനവും അവിടെ സേവനമൊക്കെ ആവശ്യം പോലെ ചെയ്യുന്നുണ്ട് RSS കേട്ടോ. ഇവിടെ സേവാഭാരതിയുടെയും RSSന്റെയും ഒക്കെ സേവനം അവിടെ വരുന്ന ആൾക്കാർക്ക് ആരും അറിയാതെ ചെയ്തു കൊടുക്കുന്ന, അത് നമ്മൾ ചിലപ്പം പൊങ്കാലയിട്ടിട്ട് ഒരു വീട്ടിൽ വരുമ്പോൾ പറയും, ഒരു കുഞ്ഞു വന്ന് വെള്ളം തന്നായിരുന്നു, അല്ലെ കാര്യങ്ങളെല്ലാം ഇടപാട് ചെയ്ത് തന്നാലും മറ്റേ, അത് അവർ പറയത്തില്ലല്ലോ അവർ RSS സേവാഭാരതിയാണ്. ഇത് പറയുന്നതൊക്കെ RSS സേവാഭാരതി മറ്റൊരു മറിച്ചവരും ഒക്കെയാണ്. അപ്പൊ ആ രീതിയിൽ ഈ പറയുന്നത് പോലെ ഡോക്ടർമാർ, അതായത് ഈ പറഞ്ഞ കുംഭമേളം പൊളിക്കാൻ നിന്ന അതേ ശക്തി, അല്ലെങ്കിൽ അതിനെ എഴുത്താൻ നിന്ന അതേ ശക്തി, ആ ആരതി ഒഴിയൽ അല്ലെങ്കിൽ ആ നദിയെ ആദരിക്കാൻ നിന്ന, അതിനെ ഉയർത്തി കാട്ടാനും ഇല്ലായ്മ ചെയ്യാനും നിന്ന അതേ ശക്തി മറ്റൊരു രൂപത്തിൽ, ഒരു KGMOയുടെ രൂപത്തിൽ തിരുവനന്തപുരത്ത് വലിയ ആറ്റുകാൽ അവതരിക്കുന്നു. വലിയ ഒരു സംസ്കാരം, വലിയൊരു പൊങ്കാല, 10-20 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല, ലക്ഷങ്ങൾ വരുന്ന പൊങ്കാല, സ്ത്രീകൾ മാത്രം ശബരിമല എന്ന് പറയുന്നിടം, ഹിന്നസ് ബുക്കിൽ റെക്കോർഡ് ആയിട്ടുള്ള പൊങ്കാല. ഈ പൊങ്കാലയെ ഈ ഒരു അവസരത്തിൽ ഇകഴ്ത്താൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ RSSന്റെ നേതൃത്വത്തിൽ ഒരു കോർപ്പറേഷൻ ഇരിക്കുമ്പോൾ പൊങ്കാല വൃത്തിയായിട്ട് നടക്കത്തില്ല എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ പൊങ്കാല പൊളിക്കാൻ അതേ ശക്തി, ഈ പറയുന്ന കുംഭമേള പൊളിക്കാൻ നിന്ന് അതേ ശക്തി വരുന്നു. പക്ഷേ ആ പൊങ്കാല ഏറ്റെടുക്കുന്നത് RSS ആണെങ്കിൽ, സേവാഭാരതി ആണെങ്കിൽ ആ പൊങ്കാല പൊളിക്കാൻ സാധിക്കത്തില്ല. ഒരു ഡോക്ടർ വേണ്ടിടത്ത് 9 ഡോക്ടറെ ഇറക്കാൻ പ്രാപ്തമായിട്ടുള്ള, എന്തും ചെയ്യാൻ കഴിവുള്ള, ലോക ജിയോ പൊളിറ്റിക്സ് ഇന്ന് നിയന്ത്രിക്കാൻ കഴിവുള്ള RSS എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന, ഇവർ വിചാരിക്കും എങ്ങനെ ജിയോ പൊളിറ്റിക്സ് RSS നിയന്ത്രിക്കും? RSS ആടോ നിയന്ത്രിക്കുന്നത്? ഈ ലോകത്ത് ഇപ്പം മോദി പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞിട്ട് കാര്യം പറയാൻ നിൽക്കുന്ന ജിയോ പൊളിറ്റിക്സ് ഒക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ഞാനീ പറയുമ്പോൾ പിന്നെ എന്ന് പറയുന്നോണ്ട് പറയും ട്രംപ് ഒരു മുട്ടുമടക്കി, മോദിയോട് മുട്ടുമടക്കി ട്രംപ് എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ ജിയോ പൊളിറ്റിക്സിനകത്ത് പോലും, ജിയോ പൊളിറ്റിക്സ് ഇപ്പം നിയന്ത്രിക്കുന്നത് മോദിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനാണ് കേട്ടോ, അത് RSS കൂടെ വന്നാ ഇപ്പോഴും RSS. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു സംഘടനയാണ്. ഇതിന്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന RSSനെയാണ് പറഞ്ഞത്. ഇതിന്റെ വലിപ്പമോ ആളിന്റെ എണ്ണമോ ഇതിന്റെ കഴിവോ
പ്രാപ്തിയോ ഒന്നും പ്രവചിക്കാൻ ഞാനുള്ള ആളല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അറിയാത്ത കുഞ്ഞ്, ദൈവമാണെന്നറിയാത്ത കുഞ്ഞ്, നമ്മുടെ ശ്രീകൃഷ്ണന്റെ അമ്മ യശോദ എന്നല്ലേ, യശോദ ഈ കുഞ്ഞ് വികൃതികൾ കാണിക്കുമ്പോൾ തള്ളയെന്നുള്ള രീതിയിൽ മണ്ണ് വാരി തിന്നുമല്ലോ പിള്ളേർ കൊച്ചുനാളിൽ. മണ്ണ് വാരി തിന്നപ്പം വായിക്കകത്തുനിന്ന് മണ്ണ് വാരാൻ വേണ്ടി വാതുറക്കാൻ പറഞ്ഞു. വാതുറക്കാൻ പറഞ്ഞപ്പോൾ വാതുറന്നു. അപ്പം കുഞ്ഞ് ശ്രീകൃഷ്ണൻ വാതുറന്നപ്പോഴാണ് തള്ള അറിയുന്ന വൈകുണ്ഠ അല്ലെങ്കിൽ 7 ലോകവും അദ്ദേഹം വാതുറന്നപ്പോൾ കണ്ടു. അന്നേരമാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് കുഞ്ഞൊന്നുമല്ല, എൻ്റെ മകനായിട്ട് ജനിച്ച ഈ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാവുന്നത് പോലെ എനിക്ക് കാണാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നതുമാണ് പറഞ്ഞത്. ഇതുപോലെയാണ് RSSന്റെ അവസ്ഥ. ആൾക്കാർക്ക് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിനെന്തും ചെയ്യാൻ കഴിയുമെന്ന് ഓരോ ദിവസവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഘടനയാണ്. അതുകൊണ്ട് പൊങ്കാല പൊളിക്കാൻ ഒരു KGMOയും ഒരു ഈ പറയുന്ന സുഡാപ്പികളും വിചാരിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് നിൽക്കുന്നത് അത് വൃഥാ പോകും എന്ന് മാത്രമേ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.